ഹലോ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ പർച്ചേസിങ് പോയ ബെൻസിയുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും ഒരുങ്ങിക്കെട്ടി നേരത്തെ പോയിട്ടുണ്ട്. അസംഷൻ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന ടൈമിൽ അവർ കറക്റ്റ് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പം ഇന്ന് എൻഗേജ്മെൻറ്റ് വ്ളോഗ് ആയാലോ. സോ വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. വിവാഹ വാഗ്ദാനം സഭയുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന അവസരമാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയോടെയായിട്ട് ശ്രദ്ധിക്കുക. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹമെന്ന നിശ്ചയത്തിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിൻസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ബെൻസിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുകയുള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ബെൻസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ പ്രിൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് അവരുടെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ബത്തേരി മാക്സിൻ്റെ ഒക്കെ മുന്നിൽ KFCയുടെ ഒക്കെ അടുത്ത് റീജൻസിയുടെ അവിടെ വെച്ചിട്ടായിരുന്നു ഫുഡും ബാക്കി പരിപാടികളൊക്കെ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കും ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ നേരെ നടന്ന് അങ്ങോട്ടേക്ക് പോയി. അവിടെയാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പള്ളിയിലേക്ക് കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും പരസ്പരം കണ്ടു. കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. 12 മണി മുതലാണ് ഓഡിറ്റോറിയത്തിൽ പരിപാടി തുടങ്ങുക എന്നാണ് പറഞ്ഞത്. അതായത് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്കുമാണ് എല്ലാവരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായി. പിന്നെ എല്ലാവരെയും കണ്ട ആ സന്തോഷം അവിടെ വെച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞ് തീർക്കുന്നതാണിത്. അപ്പം എല്ലാവരും നല്ല ഭംഗിയായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ബെൻസിയും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, അവളെ കോസ്റ്റ്യൂംസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ തന്നെ ഡൈ ചെയ്തെടുത്ത കളറിങ്ങൊക്കെ ആട്ടോ അത്. പിന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അവളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് മെൻഷൻ ചെയ്യാൻ ആരാണെന്ന്. ഇതാണ് ഫോട്ടോസൊക്കെ. അപ്പോൾ ഫംഗ്ഷൻ നല്ല അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. നമ്മളെ ഷിൻഡു ബേബി ആയിരുന്നു കേട്ടോ ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നേ. A very warm welcome all of you as we gather here today to celebrate and witness a beautiful occasion, the engagement ceremony of Prince and Bensi. It is an absolute pleasure to have each and every one of you sharing in the joy and love that we share. ബെൻസിയും പ്രിൻസും തിരിതെളിയിക്കുന്നു. അതിനുശേഷം പ്രിൻസിന്റെ മാതാപിതാക്കൾ അങ്കിളും ആന്റിയും തിരിതെളിയിക്കുകയാണ്. ഇവരിവിടെ പകരുന്ന മധുരം അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്റേതും എനിക്കുള്ളതെല്ലാം നിന്റേതും എന്ന തിരുവചനം ഓർത്തുകൊണ്ട് നമുക്ക് പരസ്പരം കേൾക്കുകയും ഷെയർ ചെയ്യാം. ഫംഗ്ഷനെല്ലാം ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഇത് നീരജ, നമ്മുടെ കോളേജിലത്തെ കുട്ടി തന്നെയാണ്. അവളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോ സൈഡിലും മാറി നിന്ന് ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ മിന്നുമാളിലേക്കൊന്ന് പോയി അവർക്ക് ചെറിയൊരു ചില്ലൗട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ മേലെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പോൾ മാളൂട്ടിക്ക് ഒരു പാദസരം വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാദസരം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാദസരമൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് മാളൂട്ടിയുടെ പാട്ടോട് കൂടിയിട്ട് നമ്മൾ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്.